പരമശിവൻ പുഞ്ചിരിയോടെ അർജുനന്റെ 2 കൈകളും പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പാർത്ഥ, നിന്റെ ശക്തി അജയ്യമാണ്. അമ്പൊടുങ്ങാത്ത ആവനാഴിയും ഗാന്ധീവവുമെല്ലാം നിനക്ക് ഫലിക്കാതെ പോയത് ഞാൻ സൃഷ്ടിച്ച മായ കൊണ്ടാണ്. അതെല്ലാം മുൻസ്ഥിതിയിൽ തന്നെ നിനക്കുണ്ടാകും. നിന്റെ പൗരുഷത്തിലും കഴിവിലുമൊക്കെ ഞാൻ അതീവ സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു. പാർത്ഥ, നിനക്ക് ആവശ്യമുള്ള വരം എന്നിൽ നിന്നും നീ സ്വീകരിച്ചാലും. ശിവഭഗവാന്റെ വാക്കുകൾ കേട്ട് അർജുനൻ അതീവ സന്തുഷ്ടനായി. അർജുനൻ പറഞ്ഞു തുടങ്ങി: ഞാൻ ഇവിടെ എത്തിയതും ഉഗ്രമായ തപസ് ചെയ്തതും അങ്ങയെ പ്രത്യക്ഷപ്പെടുത്തി പാശുപതാസ്ത്രം നേടുവാനാണ്. യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ദ്രോണർ, ഭീഷ്മർ, കർണൻ അവരെയെല്ലാം എനിക്ക് എതിരിടേണ്ടി വരും. അവരെയെല്ലാം ജയിക്കുവാൻ കഴിവുള്ള പാശുപതാസ്ത്രം എനിക്ക് നൽകുവാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. അവരെയെല്ലാം ജയിക്കുവാൻ അങ്ങെന്നെ അനുഗ്രഹിക്കുകയും വേണം. പരമശിവൻ പറഞ്ഞു: പാർത്ഥ, പാശുപതാസ്ത്രം സ്വീകരിക്കുവാനും പ്രയോഗിക്കുവാനും നീ സമർത്ഥൻ തന്നെയാണ്. അതുകൊണ്ട് ആ അസ്ത്രം പ്രയോഗിക്കുവാനും സംഹരിക്കുവാനുമുള്ള മന്ത്രങ്ങളോടുകൂടി ഞാൻ നിനക്ക് നൽകാം. ഇത് മറ്റാർക്കും അറിയുവാൻ കഴിയാത്ത രഹസ്യമാണ്. അശക്തന്മാർ ഇത് പ്രയോഗിച്ചാൽ ലോകം മുഴുവൻ നശിക്കും. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നോട്ടം കൊണ്ടോ വില്ലുകൊണ്ടോ ഈ അസ്ത്രം പ്രയോഗിക്കാവുന്നതാണ്. പരമശിവന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ ശ്രദ്ധാപൂർവം നിർമ്മലമായ ഹൃദയത്തോടെ കൈകളോടെ നിന്നു. അങ്ങനെ പാശുപതാസ്ത്രം ശിവൻ മധ്യമ പാണ്ഡവനായ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. എല്ലാ രഹസ്യങ്ങളോടും കൂടി ആ ദിവ്യാസ്ത്രം അർജുനന് ലഭിച്ചു കഴിഞ്ഞു. അർജുനൻ ശിവഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നു. ശേഷം ശിവൻ അപ്രത്യക്ഷനായി. പാശുപതാസ്ത്രം ലഭിച്ച സന്തോഷത്തിൽ അർജുനൻ ഒരു നിമിഷം എല്ലാം മറന്നു നിന്നുപോയി. തനിക്ക് ലഭിച്ച മഹാഭാഗ്യം, സാക്ഷാൽ മഹാദേവനെ നേരിട്ട് കാണുവാനും പാശുപതാസ്ത്രം സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ച താൻ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് അർജുനന് തോന്നി. ആ നിമിഷം അർജുനന്റെ അരികിലേക്ക് വരുണൻ, കുബേരൻ, യമൻ മുതലായ ദിക്പാലകന്മാർ എത്തിച്ചേർന്നു. അവരെല്ലാം അർജുനനെ അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, ദിവ്യമായ പല ആയുധങ്ങളും അർജുനന് നൽകുകയും ചെയ്തു. അപ്പോഴതാ ഐരാവതത്തിൽ കയറി ചക്രവർത്തിയായ ഇന്ദ്രൻ അർജുനന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അർജുനൻ ബഹുമാനത്തോടെ ഇന്ദ്രനെ സ്വീകരിച്ചു. ഇന്ദ്രൻ അർജുനനോട് പറഞ്ഞു: അല്ലയോ കുന്തിപുത്ര, പരമമായ സിദ്ധി നേടി നീ ദേവഗതിയെ പ്രാപിച്ചിരിക്കുന്നു. ഇനി മഹത്തായ ദേവകാര്യങ്ങളൊക്കെ നീ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ നീ തയ്യാറാവുക. നിന്നെ കൊണ്ടുപോകുവാനായി മാതലി ഇപ്പോൾ രഥവുമായി ഇവിടെ എത്തിച്ചേരും. അവിടെ വെച്ച് നിനക്ക് ആവശ്യമായ ദിവ്യാസ്ത്രങ്ങൾ ഞാൻ തരുന്നതാണ്. ഉടനെ ആകാശമണ്ഡലത്തിൽ പ്രകാശം പരന്നു. ഉജ്ജ്വലമായ രഥം അവിടെ എത്തുന്നു. തേരിന്റെ പ്രഭയും അലങ്കാരങ്ങളുമൊക്കെ കണ്ട് അർജുനൻ ആശ്ചര്യഭരിതനായി അങ്ങനെ നിന്നുപോയി. മാതലി അർജുനന്റെ മുന്നിലെത്തി ഇപ്രകാരം പറഞ്ഞു: പാർത്ഥ, അങ്ങ് വേഗം തേരിൽ കയറിയാലും അങ്ങയെ കൂട്ടിക്കൊണ്ടുപോരുവാനുള്ള ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും അങ്ങയെ കാണുവാനായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഈ ഭൂലോകം വിട്ട് സ്വർഗത്തിലേക്ക് ദയവായി വന്നാലും. അർജുനൻ സ്വർഗത്തിലേക്ക് പോകുവാൻ തയ്യാറായി. ഗംഗാ സ്നാനം ചെയ്ത് പരിശുദ്ധനായി മന്ധര പർവ്വതത്തോട് യാത്ര പറഞ്ഞ് മാതലിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രരഥത്തിലേക്ക് അർജുനൻ അതാ കയറുന്നു. ആ രഥം അർജുനനെയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ ആർക്കും സാധ്യമാകാത്ത ആ സൗഭാഗ്യയാത്ര അർജുനനെ വിസ്മയഭരിതനാക്കി. പുണ്യമാർഗത്തിലൂടെ നിരവധി അത്ഭുത കാഴ്ചകൾ കണ്ട് പാർത്ഥൻ സഞ്ചരിക്കുന്നു. നക്ഷത്ര ലോകങ്ങളെയും കടന്ന് പാർത്ഥൻ ഒടുവിൽ ഇന്ദ്രലോകത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഇന്ദ്രന്റെ രാജധാനിയായ അമരാവതിയിലേക്ക് അർജുനൻ ആനയിക്കപ്പെട്ടു. അർജുനനെ കാണുവാനും ആശീർവദിക്കുവാനും ദേവന്മാരും ഗന്ധർവന്മാരുമൊക്കെ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. അമരാവതി അതിമനോഹരമായ ഒരു പട്ടണമാണ്. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന മനോഹരങ്ങളായ പുഷ്പങ്ങളൊക്കെ അവിടെ വിടർന്നു നിൽക്കുന്നത് അർജുനൻ കണ്ടു. ആ ദിവ്യപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ഉദ്യാനത്തിൽ അപ്സര സ്ത്രീകൾ നൃത്തമാടുന്നു. എല്ലാവരുടെയും ആശീർവാദങ്ങൾ വാങ്ങി മുന്നോട്ടു പോകുന്നു അർജുനൻ. ഒടുവിൽ ഇന്ദ്രസഭ കാണുന്നു. ആ ഇന്ദ്രസദസ്സിൽ സിംഹാസനത്തിലിരിക്കുന്ന ഇന്ദ്രനെ അർജുനൻ കൺനിറയെ കണ്ടു. ദേവേന്ദ്രനെ കണ്ട മാത്രയിൽ തന്നെ അർജുനൻ തേരിൽ നിന്നിറങ്ങി ഇന്ദ്രന്റെ അരികിലേക്ക് മെല്ലെ നടന്നെടുത്തു. തന്റെ അരികിലെത്തി തന്നെ നമസ്കരിച്ച അർജുനനെ ഇന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. പിന്നെ തന്റെ സിംഹാസനത്തിൽ അർജുനനെ ഇരുത്തുന്നു. അപ്സര സ്ത്രീകളെല്ലാം മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നു. ഒപ്പം ഗന്ധർവന്മാരുടെ മനോഹരമായ ഗാനാലാപനവും. ഇന്ദ്രസദസ്സിലാകെ അനിർവചനീയമായ ആനന്ദത്തിന്റെ തിരയിളക്കം. പിന്നീട് അർജുനനെ
ദേവന്മാർ അടുത്തുള്ള അതിഥി മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.